ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ ആലുവ ഭാരത് മാതാ കോളേജിനും രാജഗിരി ഹോസ്പിറ്റലിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന 3 ബെഡ്റൂമിൻ്റെ ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നെത്തി നിൽക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 5.5 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 1.5 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഒരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എലിവേഷൻ. ചുറ്റും അത്യാവശ്യം നല്ല വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ സ്പോട്ട് ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മുന്നിലായി ഇൻ്റർലോക്ക് കട്ട വിരിച്ച റോഡാണ് കാണാൻ കഴിയുന്നത്. സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന 2 ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഏരിയയിലാണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത്. വലിയ ഇന്നോവ മോഡൽ വണ്ടി പാർക്ക് ചെയ്യാവുന്നൊരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മുറ്റത്തായി കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വാട്ടർ സോഴ്സിനായിട്ട് ബോർവെൽ കിണറും പൈപ്പ് കണക്ഷനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള പ്ലാനിൽ വേറെ വീട് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളെല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സൈഡിലായി അലക്ക് കല്ലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഞങ്ങൾക്കൊരു സപ്പോർട്ടിനായി നിങ്ങളുടെ ഒരു ലൈക്കും ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നു. അത്യാവശ്യം 2-3 ചേരിട്ടിരിക്കാവുന്ന ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ടിലായി കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെ നമുക്ക് കാണാം. ഫ്രണ്ടിലെ ഡോറ് വലിപ്പമുള്ള ഡോറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മരങ്ങൾക്കായി ആഞ്ഞിലിയും മഹാഗണിയുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2 സൈഡിലേക്കും ഫോൾഡിങ്ങിൽ തുറക്കാവുന്ന ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു TV യൂണിറ്റാണ് കാണാൻ കഴിയുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി വാൾപേപ്പറെല്ലാം ഒട്ടിച്ച് ഭംഗിയിൽ തന്നെയാണ് നിർമ്മാണം. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി 4x2 സൈസിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലൂവറെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു TV യൂണിറ്റിൻ്റെ നിർമ്മാണം. വിൻഡോയിലെല്ലാം നമുക്ക് കാണാം കർട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. ഈ ഒരു ഡൈനിങ് ഹാളിൽ 10ഓളം ചേരിട്ടിരിക്കാവുന്ന ഒരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയും മിനിമലൈസായി ചെയ്തിട്ടുള്ള സീലിംഗ് വർക്കുകളും നമുക്ക് കാണാം. LED ലൈറ്റുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമാക്കി തന്നെയാണ് ആ ഒരു ഏരിയ എല്ലാം കവർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ കിച്ചണിൻ്റെ ഭാഗത്തേക്ക് പോയി നോക്കാം. കിച്ചൺ വരുന്നത് ഈ ഒരു സൈഡിലായാണ്. അത്യാവശ്യം വലിപ്പമുള്ള കിച്ചൺ തന്നെയാണ് ഇവിടെ ലഭിക്കുക. ഗ്രീൻ കളറിൽ വരുന്ന കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ് നിർമ്മാണം. ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ ഫ്ലോറിങ്ങിനായി മാറ്റ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന് പുറത്തായി നമുക്കൊരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. അവിടെ ഒരു സിങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂം ഏകദേശം 13 അടി നീളവും 10 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും കാണാം. ഒരു കോർണറിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അതും മൾട്ടിവുഡിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു ഗ്രേ കളറിലാണ് അവിടെ കബോർഡ് വർക്കിൻ്റെ കളർ വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ബാത്റൂം നിർമ്മാണം. സെറ ബ്രാൻഡാണ് ഇവിടെ ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഹാളിൽ നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ കാണാം. അത് സ്റ്റെയറിൻ്റെ താഴെയായി നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെയെല്ലാം നല്ല ബബിൾസ് എല്ലാം ഇട്ട് മനോഹരമാക്കി നിർമ്മിച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസും കാണാം. ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ എല്ലാം കവർ ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിൽ വാൾപേപ്പറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ താഴെയായി ഇൻവെർട്ടർ വെക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് യൂസ് ചെയ്തപ്പോൾ ഹാൻഡിലിനായി സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി വരുമ്പോൾ 4 ലെയർ പറകോൾ അവിടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തു തന്നെയാണ് 1ാമത്തെ നിലയിലെ ഹാളിൻ്റെ നിർമ്മാണം. ഈ ഒരു ഹാളിൽ നിന്നും നമുക്ക് 2 ബെഡ്റൂമിലേക്കും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റിക്കും പോകാനുള്ള ഒരു ഏരിയ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. ഈ ഒരു ബെഡ്റൂം ഏകദേശം 13.5 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്.
ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് കാണാം. ഈ ബെഡ്റൂമിൻ്റെ എല്ലാം 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. കൂടാതെ കബോർഡ് വർക്കും ഈ ഒരു കോർണറിലായി ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. മനോഹരമാക്കി തന്നെയാണ് ഇവിടെ ബാത്റൂമുകളിലെ ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുള്ളത്. ഒരു ഡിസൈനോട് കൂടി വരുന്ന ടൈലുകൾ നമുക്ക് കാണാം. അങ്ങനെ വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഈ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതിൻ്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ആ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ഒരു ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും നേരെ പോകാനുള്ളത് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ്. അതിനു മുമ്പായി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. ഇപ്പോൾ 3 ബെഡ്റൂമും 3 ബാത്റൂമും കണ്ടു കഴിഞ്ഞു. എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് ഭാരത് മാതാ കോളേജിനും രാജഗിരി ഹോസ്പിറ്റലിനും അടുത്തായി സ്ഥിതി ചെയ്യുന്ന 3 സെന്റിൽ 1450 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 54 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.